ഒരു കാലത്ത് നമ്മുടെ നാടിൻ്റെ സംസ്കാരവുമായി ഇഴകിച്ചേർന്നായിരുന്നു കൈത്തറി. ഇന്നിപ്പോൾ കൈത്തറിയുടെ ചരിത്രവും പാരമ്പര്യവും അറിയാൻ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് കണ്ണൂർ പയ്യാമ്പലത്തെ ഹാൻഡ്ലൂം മ്യൂസിയമായ ഓടം. കൈത്തറിയും അതിൻ്റെ ചരിത്രത്തെയും കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നവർ കണ്ണൂർ പയ്യാമ്പലത്തുള്ള കൈത്തറി മ്യൂസിയത്തിലേക്ക് വന്നാൽ മതി. മ്യൂസിയം പറഞ്ഞു തരും കൈത്തറിയുടെ നാൾവഴികൾ. 2023 മെയ് 16 കൈത്തറിക്കായൊരു മ്യൂസിയം കണ്ണൂരിൽ അന്നത്തെ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രിയായ അഹമ്മദ് ദേവർകോവിൽ നാടിന് സമർപ്പിച്ചത്. കൈത്തറിയുടെ സംരക്ഷണം, ജനങ്ങളിൽ കൈത്തറിയെക്കുറിച്ച് അവബോധമുണ്ടാക്കൽ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പയ്യാമ്പലത്തെ പൈതൃക കെട്ടിടത്തിൽ മ്യൂസിയം ഒരുക്കിയത്. കൈത്തറിയുടെ ഉത്ഭവം, വികാസം, ആധുനികവൽക്കരണം, കേരളീയ പാരമ്പര്യം, കണ്ണൂരിലെ കൈത്തറിയുടെ പാരമ്പര്യം തുടങ്ങിയവയെക്കുറിച്ച് ഹാൻഡ്ലൂം മ്യൂസിയം അറിവ് പകർന്നു നൽകുന്നു. ഞാൻ സജീവ്, കൈത്തറി മ്യൂസിയത്തിൻ്റെ ക്യൂറേറ്റർ. സംസ്ഥാന മ്യൂസിയം മൃഗശാല വകുപ്പിൻ്റെ കീഴിലാണ് ഈ കൈത്തറി മ്യൂസിയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 മെയ് 16 അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ അഹമ്മദ് ദേവർകോവിൽ ആണ് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമായിട്ടും ഈ മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈത്തറിയുടെ വികസനമാണ്. അപ്പോൾ കൈത്തറിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കൈത്തറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മീൻസ് അതിൻ്റെ കൈത്തറിയുടെ തുടക്കം, അതിൻ്റെ ചരിത്രം, അതിൻ്റെ പാരമ്പര്യം, അതിൻ്റെ പരിണാമം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം 10 ഗ്യാലറികളിലായിട്ട് ഉള്ള മ്യൂസിയമാണ് ഇത്. അപ്പോൾ 10 ഗ്യാലറികളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ എല്ലാം പിക്ചോറൽ റെപ്രസെൻറ്റേഷനും ടെക്സ്റ്റുമുണ്ട്. അപ്പം കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ സഞ്ചാരികൾ, പിന്നെ പഴയകാല കവികൾ, പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഒക്കെ അവരുടെ രചനകളിലും സംസാരങ്ങളിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കോറിയിട്ടിട്ടുണ്ട്. മീൻസ് അതെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 5 തറികൾ ഇരിപ്പുണ്ട്. അതിൽ തന്നെ 3 തറികൾ വർക്കിംഗ് മോഡലാണ്. അത് കൂടാണ്ട് 10ാമത്തെ ഗ്യാലറിയിൽ ഒരു ജക്കാർഡ് തറി ഇരിപ്പുണ്ട്. അതൊരു വിദേശി രൂപകൽപ്പന ചെയ്ത തറിയാണ്. അതിൽ ഈ കോംപ്ലിക്കേറ്റഡ് ഡിസൈനുകൾ ചെയ്യുന്ന തറിയാണ്. അപ്പോൾ അത്രയാണ് കാണാനുള്ളത്. വിദേശികൾ ഉൾപ്പെടെ സ്വദേശികളായിട്ടുള്ളവരും ഒക്കെ ധാരാളം പേര് മ്യൂസിയം കാണാൻ വരുന്നുണ്ട്. അവർക്കൊക്കെ എൻട്രി ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് മൂലമാണ്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും, പിന്നെ വിദ്യാർത്ഥികളടങ്ങുന്ന മീൻസ് 35 കുട്ടികൾക്കും ഒരു ടീച്ചറിനും ഒരു 200 രൂപ ടിക്കറ്റ് വെച്ച്, ഒരു കൺസെഷൻ റേറ്റിൽ ഒരു ടിക്കറ്റും വെച്ചാണ് ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നത്. കണ്ണൂരിലെ കൈത്തറിയുടെ പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു കാലത്ത് അത് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം കൈത്തറി മേഖലയിലെ തൊഴിലിനെ ഒരു ജീവിതോപാധിയായി ജനങ്ങൾ സ്വീകരിക്കാതെയായി. ഈ ഒരു സാഹചര്യത്തിലാണ് കൈത്തറിയുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് കേരള സർക്കാർ രാജ്യത്തെ തന്നെ ആദ്യ ഹാൻഡ്ലൂം മ്യൂസിയം പയ്യാമ്പലത്ത് തുറന്നത്. അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവന്റ്സിലൂടെ. ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടേ? ആഘോഷങ്ങൾ ഏതുമാവട്ടെ, കളറാക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവന്റ്സ് യാഥാർത്ഥ്യമാക്കുന്നു. മനം മയക്കും ഫ്ലവർ ഡെക്കറേഷൻ, നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ, ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവന്റ്സിലൂടെ. എസ്ക്രോ ഇവന്റ്സ്, കാസമറീന കോംപ്ലക്സ്, തലാബ്, കണ്ണൂർ. കോൾ 9562597704 8848194493.